നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി മുപ്ലിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. ചാലക്കുടി പുഴയിൽ രണ്ടിടങ്ങളിലായി 2 പേർ മുങ്ങി മരിച്ചു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. തൃശൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമായി. 30 മാസമാണ് നിർമ്മാണ കാലാവധി. വേലുപ്പാടം വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന്റെ ഭാഗമായി 501 അംഗ കമ്മിറ്റി തെരഞ്ഞെടുത്തു. ശ്രീലങ്കയിൽ നിന്നും ചെങ്ങാലൂരിലെത്തി ഇന്ത്യയുടെ മരുമകളായ സുജീവ രാജ്യത്ത് കന്നിവോട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിൽ. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പിള്ളി മുപ്ലിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. മുപ്ലി സ്വദേശി കരിമ്പനക്കൽ അലവിയുടെ പശുവിനെയാണ് പുലി പിടിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. മുപ്ലി എസ്റ്റേറ്റിലെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് സമീപത്താണ് പുലി ഇറങ്ങിയത്. പശുവിന്റെ ശരീരഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കുണ്ടായി, ചൊക്കന എന്നീ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ 4 തവണയാണ് പ്രദേശത്ത് പുലി ഇറങ്ങിയത്. കഴിഞ്ഞ മാസം പഞ്ചായത്ത് അംഗം ഷീല ശിവരാമന്റെ പശുവിനെ പുലി ആക്രമിച്ച് കൊന്നിരുന്നു. കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശത്ത് പുലിയുടെ ആക്രമണം കൂടി പതിവായതോടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്താതിരിക്കാൻ വനാതിർത്തിയിൽ കിടങ്ങുകൾ തീർക്കണമെന്നും പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ചാലക്കുടി പുഴയിൽ 2 ഇടങ്ങളിലായി 2 പേർ മുങ്ങി മരിച്ചു. കാടുകുറ്റി ആറങ്ങാടി കടവിലും വെറ്റിലപ്പാറ ഈടാറ്റുമുഖത്തുമായിരുന്നു അപകടം. ആറങ്ങാടി കടവിൽ അങ്കമാലി എളവൂർ സ്വദേശി കൊടുമ്പിലി വീട്ടിൽ 30 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് യുവാവ് മരിച്ചത്. കുടുംബ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു കൃഷ്ണൻ. ഒപ്പമുള്ളവർ പുഴയുടെ മറുകരയിലേക്ക് നീന്തിപ്പോയപ്പോൾ കൃഷ്ണനും 2 കുട്ടികളും മണൽത്തിട്ടയിൽ കാത്തുനിന്നു. ഇതിനിടെ ഒരു കുട്ടി പുഴയിലേക്ക് നീന്തിപ്പോയത് അറിഞ്ഞില്ല. ആഴമുള്ള ഭാഗത്ത് മുങ്ങിപ്പോയ കുട്ടിയെ ഇയാൾ രക്ഷിക്കുന്നതിനിടയിൽ അവശനായി വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. സംഭവം കണ്ടുനിന്നവർ നീന്തിയെത്തി 2 പേരെയും കരക്കെത്തിച്ചു. എങ്കിലും കൃഷ്ണൻ അവശനിലയിലായിരുന്നു. ഉടനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് കൃഷ്ണൻ. വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്ത് സുഹൃത്തിനോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയ പോർട്ടർ കൊച്ചി സ്വദേശി 56 വയസ്സുള്ള സുധീറാണ് മരിച്ചത്. സുഹൃത്ത് സോണിയും ചേർന്ന് കുളിക്കുന്നതിനിടെ സുധീർ പുഴയുടെ ആഴമുള്ള ഭാഗത്തേക്ക് മുങ്ങി താഴുകയായിരുന്നു. 2 വട്ടം സോണി രക്ഷിക്കുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് ഒച്ചവെച്ച് ആളെ കൂട്ടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. അരമണിക്കൂറിന് ശേഷം സുധീറിനെ വെള്ളത്തിൽ നിന്നും കയറ്റിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. അതിരപ്പിള്ളിയിൽ സ്ഥിരമായി വിനോദയാത്രയ്ക്കെത്തുന്ന ആളാണ് മരിച്ച സുധീർ. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. 1 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുവാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 14 മാസം പിന്നിടുമ്പോഴും പൂർത്തിയായിട്ടില്ല. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് 1.5 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. 13 വർഷം മുൻപ് പേരാമ്പ്ര പൗരസമിതി എന്ന പേരിൽ നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കൌൺസിൽ രൂപവൽക്കരിച്ച് അടിപ്പാതയ്ക്കായി സമരപരിപാടികൾ നടത്തിയിരുന്നു. ഒടുവിൽ അടിപ്പാത നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയും പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച് 2024 സെപ്റ്റംബർ അവസാനം പണി ആരംഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചെങ്കിലും മഴ തുടങ്ങിയതോടെ പണികൾ മന്ദഗതിയിലായി. സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥയും ഗതാഗതക്കുരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചു. അടിപ്പാതയുടെ പ്രധാന ഭാഗമായ ബോക്സ് നിർമ്മാണം മാസങ്ങൾക്ക് മുൻപേ പൂർത്തീകരിച്ചിരുന്നു. ജനങ്ങളുടെ യാത്രാക്ലേശം കണക്കിലെടുത്ത് ബോക്സിനടിയിലൂടെ താൽക്കാലികമായി ഗതാഗതം അനുവദിക്കുകയും ചെയ്തു. ബോക്സിന് ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുവരുന്നത്.
2 മാസം കൊണ്ട് മുഴുവൻ നിർമ്മാണ ജോലികളും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. തൃശൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമായി. 30 മാസമാണ് നിർമ്മാണ കാലാവധി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ദിവാഞ്ചി മൂലയിലെ വാട്ടർ ടാങ്കിന് സമീപത്ത് മണ്ണ് പരിശോധന നടത്തി. നിർമ്മാണത്തിന് ആവശ്യമായ ഭൂഗർഭ നിർണയങ്ങളും സ്ഥിരതാ പഠനങ്ങളും ഉൾപ്പെടുത്തി നടക്കുന്ന പരിശോധനകൾ പുരോഗമിക്കുകയാണ്. നിർമ്മാണത്തിന് ആവശ്യമായ കോൺക്രീറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളും യന്ത്രങ്ങളും വഞ്ചിക്കുളത്തിന് സമീപമുള്ള ഗുഡ് ഷെഡ് പരിസരത്താണ് എത്തിച്ചിട്ടുള്ളത്. 344.89 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ കരാർ വെങ്കിടാചലപതി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. വേലപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുനാളിന്റെ ഭാഗമായി 501 അംഗ കമ്മിറ്റി തെരഞ്ഞെടുത്തു. ഓഫീസ് ഉദ്ഘാടനം ഫാദർ ഡേവിസ് ചിറയത്ത് നിർവഹിച്ചു. ഫാദർ ഷിബിൻ പനക്കൽ അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിൻ മുള്ളൂർ, ഷിജോ ഞെരിഞ്ഞാമ്പള്ളി, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, സിനിൽ കൊടുമ്പലായി പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. റോബിൻ കൊച്ചുപുരക്കലിനെ ജനറൽ കൺവീനറായി തെരഞ്ഞെടുത്തു. ശ്രീലങ്കയിൽ നിന്ന് ചെങ്ങാലൂരിലെത്തി. ഇന്ത്യയുടെ മരുമകളായ സുജീവ രാജ്യത്ത് കന്നിവോട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ശ്രീലങ്കയിൽ ജനിച്ചു വളർന്ന സുജീവ 21 വർഷം മുൻപാണ് ഇന്ത്യയിലെത്തുന്നത്. പുതുക്കാട് പഞ്ചായത്ത് 7ാം വാർഡിൽ അരോടി വീട്ടിൽ ബൈജുവിന്റെ ഭാര്യയായ ക്രാൻകോട്ട് കങ്കണാങ്കി ലലാനി സുജീവ എന്ന സുജീവ മസ്കറ്റിൽ വെച്ചാണ് ബൈജുവുമായി പരിചയപ്പെട്ടതും പ്രണയത്തിലായതും. 2001 ശ്രീലങ്കയിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത്. 2004 ബൈജുവിനൊപ്പം സുജീവ ചെങ്ങാലൂരിലെത്തി. അന്നു മുതൽ വിസ പുതുക്കിയാണ് ഇവിടെ താമസിച്ചിരുന്നത്. 5 വർഷം സ്ഥിരമായി രാജ്യത്ത് താമസിച്ചാൽ പൗരത്വം ലഭിക്കുമെന്നായിരുന്നു ധാരണയെങ്കിലും ലഭിച്ചില്ല. ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഇതുവരെയും ജന്മരാജ്യമായ ശ്രീലങ്കയിലേക്ക് പോയിട്ടുമില്ല. ഭർത്താവ് ബൈജു ഇപ്പോഴും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൃത കൃഷ്ണയോടൊത്താണ് സുജീവ ചെങ്ങാലൂരിൽ താമസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് പഞ്ചായത്തിൽ വോട്ട് ചെയ്യാനുള്ള സന്തോഷമാണ് സുജീവ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 60 രൂപ കൂടി ഗ്രാമിന് 11,960 രൂപ, പവന് 95,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി മുപ്ലിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. ചാലക്കുടി പുഴയിൽ 2 ഇടങ്ങളിലായി 2 പേർ മുങ്ങി മരിച്ചു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. തൃശൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമായി. 30 മാസമാണ് നിർമ്മാണ കാലാവധി. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന്റെ ഭാഗമായി 501 അംഗ കമ്മിറ്റി തെരഞ്ഞെടുത്തു. ശ്രീലങ്കയിൽ നിന്നും ചെങ്ങാലൂരിലെത്തി ഇന്ത്യയുടെ മരുമകളായ സുജീവ രാജ്യത്ത് കന്നിവോട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിൽ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും.
രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.